വെടിനിർത്തൽ ലംഘിച്ച ഗസയ്ക്ക് മേൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 3 ഫലസ്തീനികൾ കൊല്ലപ്പെട്ടു. ഖാൻ യൂനിസിൽ നടന്ന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരിൽ ഒരു 15-കാരനും ഉൾപ്പെടും. റഫേൽ യെല്ലോ ലൈനിനോട് ചേർന്ന് കൂടുതൽ കെട്ടിടങ്ങൾ ഇസ്രായേൽ സേന തകർത്തു. വെടിനിർത്തൽ 3 മാസത്തിലേക്ക് കടക്കാനിരിക്കെ കൊല്ലപ്പെട്ട ഫലസ്തീനികളുടെ എണ്ണം 420ആയി. വെടിനിർത്തൽ 2ാം ഘട്ടം സംബന്ധിച്ച് കാര്യമായ നീക്കമൊന്നും ഉണ്ടായിട്ടില്ലെന്നാണ് മധ്യസ്ഥ രാജ്യങ്ങൾ നൽകുന്ന സൂചന. പ്രതികൂല കാലാവസ്ഥ കാരണം ഗസയിലെ മാനുഷിക പ്രതിസന്ധി കൂടുതൽ രൂക്ഷമായി. MC നാസറിനോട് വിവരങ്ങൾ നൽകാനായി. നാസർ, വെടിനിർത്തൽ ലംഘിച്ച് ഗസയിൽ ഇസ്രായേൽ ആക്രമണം നടത്തുന്നത് ഇത് പുതിയ കാര്യമല്ല. പക്ഷേ ഇന്നിപ്പോൾ 3 പേരുടെ മരണം കൂടി സ്ഥിരീകരിക്കുകയാണ്. അതിലൊരു 15-കാരനും കൂടി ഉൾപ്പെടുന്നു. ഇതിനിടെ 2ാം ഘട്ട വെടിനിർത്തൽ ചർച്ചയിൽ പുരോഗതിയൊന്നും ഇല്ല എന്നാണ് മധ്യസ്ഥ രാജ്യങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ. ഇന്നിപ്പോൾ ഗസയിലെ സാഹചര്യം എന്തായിരുന്നു? ഈ വെടിനിർത്തലിനായുള്ള ശ്രമം ഏതെങ്കിലും രീതിയിൽ നടക്കുന്നുണ്ടോ ഇപ്പോൾ? അനീഷ, കഴിഞ്ഞ മാസം 29-നാണ് ഫ്ലോറിഡയിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ഇസ്രായേൽ പ്രധാനമന്ത്രി ബെന്യാമിൻ നെതന്യാഹുവും തമ്മിൽ വിശദമായിട്ടുള്ള കൂടിക്കാഴ്ച നടന്നത്. ഏറെക്കുറെ 2ാം ഘട്ട വെടിനിർത്തലുമായിട്ട് മുന്നോട്ട് പോകാനുള്ള ഒരു ധാരണയിൽ ഇസ്രായേലും അതോടൊപ്പം തന്നെ അമേരിക്കയും എത്തിച്ചേർന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. മധ്യസ്ഥ രാജ്യങ്ങളും ഇതിനെ ശരിവെക്കുകയും അതുമായി ബന്ധപ്പെട്ട് ഹമാസ് നേതൃത്വവുമായിട്ട് അനൗപചാരിക സ്വഭാവത്തിലുള്ള ചർച്ചകളും മുന്നോട്ട് പോകുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ആക്രമണം കൂടുതൽ കടുപ്പിക്കുന്ന ഒരു സമീപനം ഇസ്രായേലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. ഇന്നിപ്പോൾ 3 തവണയാണ് ഖാൻ യൂനിസിന് നേരെ വ്യോമാക്രമണം നടന്നത്. 3 പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേറ്റതുമായ റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം ഗസയിൽ നിന്ന് ലഭ്യമാവുന്നത്. അതോടൊപ്പം തന്നെ പ്രതികൂലമായിട്ടുള്ള വലിയ ഈ പ്രകൃതിക്ഷോഭം ഉൾപ്പെടെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിട്ടും അന്തർദേശീയ തലത്തിൽ തന്നെ UN-ന്റെയും അതോടൊപ്പം തന്നെ ലോകരാജ്യങ്ങളുടെയും കടുത്ത സമ്മർദ്ദങ്ങൾ ഉണ്ടായിട്ടും ഗസയിലേക്ക് കൂടുതൽ സഹായ വസ്തുക്കൾ എത്തിക്കാനോ ഈ പ്രതികൂലമായിട്ടുള്ള കാലാവസ്ഥയെ നേരിടാൻ ഉതകുന്ന ഉപകരണങ്ങളും സംവിധാനങ്ങളും എത്തിക്കാനുള്ള ആ അഭ്യർത്ഥനയും ഇസ്രായേൽ അംഗീകരിച്ചിട്ടില്ല. വളരെ തീക്ഷ്ണമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെയാണ് ഗസയിലെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഇന്ധനക്ഷാമം അതിശക്തമായി തന്നെ തുടരുന്നുണ്ട്. ആശുപത്രികളിൽ മിക്കതിൻ്റെയും പ്രവർത്തനങ്ങൾ ഏറെക്കുറെ തന്നെ താളം തെറ്റിയ അവസ്ഥയിലാണ്. ഇതൊക്കെ നടക്കുന്ന അതേ ഘട്ടത്തിൽ തന്നെയാണ് നിരവധി തവണ ഈ വെടിനിർത്തൽ വേളയിലും ആക്രമണം നടത്തുകയും വെടിനിർത്തൽ നഗ്നമായി തന്നെ ലംഘിക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഇതിനെ തടയിടാൻ പോലും ഈ മധ്യസ്ഥ രാജ്യങ്ങളുടെ ഇടപെടലിലൂടെ അമേരിക്ക അർത്ഥത്തിലുള്ള ഒരു സമ്മർദ്ദം ഇസ്രായേലിന് മേൽ ചെലുത്തിയിട്ടില്ല എന്ന കാര്യം വ്യക്തമാണ്. അതുകൊണ്ട് ഇസ്രായേൽ എന്തു കരുതുന്നുവോ, അവർ എന്ത് പ്ലാൻ ചെയ്യുന്നുവോ അതേ അവസ്ഥയിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് പോവുകയാണ്. ഏതാണ്ട് ഈ മാസം തന്നെ വെടിനിർത്തലിൻ്റെ 2ാം ഘട്ടം നടപ്പാക്കാനുള്ള ഒരു ധാരണയായിരുന്നു, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനമായിരുന്നു അമേരിക്കൻ നേതൃത്വം നടത്തിയിരുന്നത്. പക്ഷേ ഇപ്പോൾ വെനിസ്വല സംഭവ വികാസങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ പൂർണ്ണമായിട്ടും ലാറ്റിൻ അമേരിക്കൻ ആ രാജ്യത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടാണ് അമേരിക്കയുടെ വിദേശകാര്യ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ മാസം ഇനി എന്നായിരിക്കും ഈ വെടിനിർത്തലിൻ്റെ 2ാം ഘട്ടം മുന്നോട്ട് പോകാനുള്ള നീക്കം നടത്തുക എന്നത് സംബന്ധിച്ച ഒരു വ്യക്തതയിലേക്ക് എത്തിയിട്ടില്ല. കാരണം US സ്റ്റേറ്റ് സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ ഇസ്രായേലിലെത്തുകയും ചർച്ച നടത്തി മറ്റു കാര്യങ്ങളിലേക്ക് നീങ്ങാമെന്നൊരു ധാരണയാണ് രൂപപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഈ വെനിസ്വല സംഭവ വികാസങ്ങളുടെ ഒരു പശ്ചാത്തലത്തിൽ അത് നീളാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. അങ്ങനെ വരികയാണെങ്കിൽ ഈ ആക്രമണ നടപടികളുമായി കൂടുതൽ ഇസ്രായേൽ മുന്നോട്ട് പോവുകയും ഗസ നിവാസികളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമായി തന്നെ തുടരുന്ന ഒരവസ്ഥ കൂടിയായിരിക്കും രൂപപ്പെടാൻ പോകുന്നത്. അനീഷ, നാസർ, ഇന്നിപ്പോൾ UN സെക്രട്ടറി ജനറൽ ആന്റോണിയോ ഗുട്ടറസിന്റെ ഒരു പ്രതികരണം വന്നിരുന്നു. അതായത് ഗസയിലും ഖാൻ യൂനിസിലും ഉൾപ്പെടെ ഇത്തരത്തിലുള്ള സന്നദ്ധ സംഘടനകളുടെ പ്രവർത്തനത്തിന് ഇസ്രായേൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അത് പിൻവലിക്കണം. കാരണം ഗസയിലെ സാഹചര്യം അതിസങ്കീർണമാണ്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഇടപെടലൊന്നും ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകരുത് എന്നാണ് UN സെക്രട്ടറി ജനറൽ പ്രതികരിച്ചത്. പക്ഷേ അതിനോട് ഒരു അനുഭാവപൂർണ്ണമായ സമീപനം ഇസ്രായേൽ സ്വീകരിക്കാനുള്ള സാധ്യതയുണ്ടോ? പ്രത്യേകിച്ച് ഇപ്പോൾ സൗദി ഉൾപ്പെടെ കൂടുതൽ സഹായങ്ങൾ ഗസയിലേക്ക് എത്തിക്കാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നത്. പക്ഷേ റഫ അതിർത്തി ഇപ്പോഴും പൂർണ്ണമായും തുറന്നിട്ടില്ല. അനീഷ, അത് തന്നെയാണ് ഇതിലെ ഏറ്റവും വലിയ സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥ. കാരണം ഒക്ടോബർ 10 നിലവിൽ വന്നിരിക്കുന്ന ഈ വെടിനിർത്തൽ കരാറിൽ വളരെ വ്യക്തമായി പറയുന്ന കാര്യമാണ് റഫ അതിർത്തി തുറക്കുകയും. കാരണം ഈ റഫായിലൂടെയാണ് കൂടുതൽ ഭക്ഷ്യവസ്തുക്കൾ ഗസയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തിക്കാനുള്ള ഒരു സംവിധാനം സൗകര്യമുള്ളത്. പക്ഷേ ആ പാത ഇപ്പോൾ പോലും അടഞ്ഞു കിടക്കുകയാണ്. ഏതാണ്ട് ഫ്ലോറിഡയിൽ നിന്ന് തിരിച്ചെത്തിയ നെതന്യാഹു ഇതുമായി ബന്ധപ്പെട്ട് ഉടൻ തന്നെ റഫ അതിർത്തി തുറക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. പക്ഷേ അതും നിരന്തരമായിട്ടുള്ള കൂടിയാലോചനകൾ നടക്കുന്നു എന്നതല്ലാതെ
കൃത്യമായിട്ടുള്ള ഒരു വിവരവും തങ്ങൾക്ക് ലഭ്യമായിട്ടില്ലെന്നാണ് റഫയുടെ മറ്റൊരു അതിർത്തി പങ്കിടുന്ന ഈജിപ്ത് വ്യക്തമാക്കുന്നത്. അപ്പോൾ നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ ഈ പ്രതിസന്ധി ഗസ നിവാസികളുടെ ദുരിതം അവസാനിക്കണമെങ്കിൽ എത്രയും പെട്ടെന്ന് ഈ റഫ അതിർത്തി തുറക്കുകയും അതിലൂടെ പരമാവധി ഇന്ധനവും വെള്ളവും മരുന്നും ഭക്ഷണവും മറ്റു ഉൽപ്പന്നങ്ങളും എത്തിക്കേണ്ടതുണ്ട്. പക്ഷെ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ നീളുകയാണ്. അതിനിടയിലാണ് ഈ 37 അന്താരാഷ്ട്ര സന്നദ്ധ സംഘടനകൾക്ക് വിലക്ക് ഏർപ്പെടുത്തിക്കൊണ്ടുള്ള അവരുടെ പ്രവർത്തനം പൂർണ്ണമായിട്ടും നിർത്തിവെക്കാനുള്ള ഒരു ഉത്തരവും ഇസ്രായേൽ പുറപ്പെടുവിച്ചിരിക്കുന്നത്. അത് ഇപ്പോൾ ഏറെക്കുറെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതോടുകൂടി ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ് ഉൾപ്പെടെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചാരിറ്റി സന്നദ്ധ സംഘടനകൾക്കാണ് അതിൻ്റെ പ്രവർത്തനം പൂർണ്ണമായിട്ട് നിർത്തേണ്ട ഒരു സാഹചര്യം വന്നുപെട്ടിരിക്കുന്നത്. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്നത് ഗസയിലെ ഈ ദുരിതം വളരെ തീക്ഷ്ണമായ അവസ്ഥയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു സാഹചര്യം രൂപപ്പെടുത്തുക, അതോടുകൂടി ഗസ ഒട്ടും വാസയോഗ്യമല്ല എന്ന ഒരു തിരിച്ചറിവിലേക്ക് പലസ്തീനികൾ എത്തിക്കുകയും എന്നിട്ട് തുടർഘട്ടം എന്ന നിലയ്ക്ക് അവരവിടെ നിന്ന് പുറന്തള്ളാനുള്ള ഒരു നീക്കമൊക്കെയാണ് ഇപ്പോൾ ഇസ്രായേൽ മനസ്സിൽ കാണുന്നത്. അതുമായി ബന്ധപ്പെട്ട നീക്കങ്ങളാണ് നടത്തുന്നത്. അതിൻ്റെ ഒരു തുടർച്ച എന്ന നിലയ്ക്കാണ് ഈ 37 അന്താരാഷ്ട്ര സംഘടനകൾക്ക് ഒരു കാരണവും കൂടാതെ തന്നെ അവർക്കുള്ള ലൈസൻസ് കണ്ടുകെട്ടുന്ന ഒരു സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നത്. കാരണം ഈ സംഘടനകൾക്കൊക്കെയും ഹമാസുമായിട്ട് നേരിട്ട് ബന്ധമുണ്ട് എന്ന തികച്ചും അടിസ്ഥാനരഹിതമായിട്ടുള്ളൊരു വാദമാണ് ഇതിൻ്റെ ഭാഗമായിട്ട് ഇസ്രായേൽ നേതൃത്വം ഉയർത്തുന്നത്. പക്ഷേ അതിനെതിരെ അതിശക്തമായിട്ടുള്ള പ്രതികരണം യൂറോപ്യൻ രാജ്യങ്ങളും UN-ഉം അതോടൊപ്പം തന്നെ അറബ് മുസ്ലിം രാജ്യങ്ങളും ഒക്കെ ഉയർത്തുന്നുണ്ട്. കാരണം ഈ സന്നദ്ധ സംഘടനകൾ കൂടി പിൻവാങ്ങുകയാണെങ്കിൽ അടിസ്ഥാനപരമായിട്ട് ഈ ഗൾഫ് രാജ്യങ്ങൾക്കൊക്കെയും പരിമിതികളുണ്ട്. ആ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ സൗദി അറേബ്യയും UAE-യും ഖത്തർ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളൊക്കെയും ഗസയിൽ സേവനം നടത്തുന്നത്. പക്ഷേ അത് വളരെ ചുരുങ്ങിയ മനുഷ്യരിലേക്ക് മാത്രമേ എത്തിപ്പെടുകയുള്ളൂ. പൂർണ്ണമായ അർത്ഥത്തിൽ ഗസ നിവാസികൾക്ക് ഈ അവരുടെ ദുരിതം അകറ്റണമെങ്കിൽ റഫ അതിർത്തി തുറന്നുകൊണ്ട് കൂടുതൽ സംവിധാനങ്ങളും സഹായങ്ങളും എത്തിക്കേണ്ടതുണ്ട്. പക്ഷെ അതിനുള്ള ഒരു നീക്കവും ഈ സമയം വരെ ഉണ്ടായിട്ടില്ല. മധ്യസ്ഥ രാജ്യങ്ങളൊക്കെയും അതിശക്തമായിട്ടുള്ള സമ്മർദ്ദം അമേരിക്കയ്ക്ക് മേൽ തുടരുന്നുണ്ട് എങ്കിൽ പോലും പൂർണ്ണമായിട്ടുള്ള അധികാരവും അമേരിക്കയുടെ നേതൃത്വത്തിലാണ് ഈ വെടിനിർത്തൽ ചർച്ചകൾ ഉൾപ്പെടെ നടന്നിരുന്നത്, അല്ലെങ്കിൽ വെടിനിർത്തലിനുള്ള ശ്രമങ്ങൾ തീവ്രമായും നടന്നിരുന്നത്. പക്ഷേ ഇപ്പോൾ ട്രംപിന്റെയും അമേരിക്കയുടെയും ശ്രദ്ധ മുഴുവൻ അത് വെനസ്വേലയിലേക്കാണ്. പ്രസിഡന്റിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട സംഭവ വികാസങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതിലാണ് ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ. അപ്പോൾ ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ ചർച്ചകൾ ഈ മാസം നടക്കും, അല്ലെങ്കിൽ ഈ മാസം പ്രഖ്യാപിക്കുമെന്നൊക്കെയായിരുന്നു റിപ്പോർട്ടുകൾ. ഒരുപക്ഷെ ആ ചർച്ച ഉൾപ്പെടെ വൈകാനുള്ള ഒരു സാധ്യത കൂടിയില്ലേ? അനീഷ, തീർച്ചയായിട്ടും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പൂർണ്ണമായിട്ടിപ്പോൾ അമേരിക്കയുടെ വിദേശകാര്യ നയം എന്നത് അല്ലെങ്കിൽ വിദേശകാര്യ ഇടപെടലുകളൊക്കെ തന്നെ വെനിസ്വലയുടെ തുടർ നീക്കങ്ങളുമായി ബന്ധപ്പെട്ട് അവിടെ കേന്ദ്രീകരിച്ചിരിക്കുകയാണ്. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ ഉൾപ്പെടെയുള്ളവരുടെ പൂർണ്ണമായിട്ടുള്ള ശ്രദ്ധയിലേക്ക് ഇത് വന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ പശ്ചിമേഷ്യയിലെ അമേരിക്കൻ ദൂതനായിട്ടുള്ള സ്റ്റീവ് വിറ്റ്കോഫ് ഉൾപ്പെടെയുള്ളവരും വളരെ ശക്തമായിട്ടുള്ളൊരു നിലപാടുമായിട്ട് അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ 1-2 ആഴ്ചകളെങ്കിലും എടുത്തുകൊണ്ട് മാത്രമേ വെനിസ്വേലയുടെ ഈ തുടർ നീക്കങ്ങളിൽ ഒരു വ്യക്തത വരുന്നൊരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് പൂർണ്ണമായിട്ടിപ്പം അമേരിക്കയുടെ ശ്രദ്ധ വെനിസ്വേലയിലേക്ക് കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുമാത്രമല്ല മറ്റ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ടും നിരന്തരമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടൽ സാഹചര്യം നിലനിൽക്കുന്നുണ്ട് ഒരു ഭാഗത്ത്. അതോടൊപ്പം തന്നെയാണ് ഇറാനിൽ വിലക്കയറ്റത്തിനെതിരെയും ജീവിത പ്രതിസന്ധികൾക്കിടയിലും മനുഷ്യർ നടത്തിക്കൊണ്ടിരിക്കുന്ന ശക്തമായിട്ടുള്ള പ്രക്ഷോഭത്തെ അമർച്ച ചെയ്യുകയാണെങ്കിൽ അത്തരമൊരു ഘട്ടത്തിൽ തങ്ങൾ ഇടപെടുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് നൽകിയിരുന്നു. അതോടുകൂടി വലിയ ശക്തമായിട്ടുള്ള ഒരു തുറന്ന യുദ്ധത്തിലേക്ക് തന്നെ ഇറാനും ഇസ്രായേലും നീങ്ങുകയാണ്. ഇറാനും അമേരിക്കയും നീങ്ങുന്ന ഒരു സാഹചര്യം കൂടി രൂപപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഏതെങ്കിലും നിലയ്ക്ക് അമേരിക്കയുടെ ഇടപെടൽ ഉണ്ടാവുകയാണെങ്കിൽ അത് ശക്തമായി തന്നെ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് നൽകുക മാത്രമല്ല ഈ പ്രക്ഷോഭകാരികളെ അമർച്ച ചെയ്യാനുള്ള നടപടികൾ കുറെ കൂടി ശക്തമായി തന്നെ ഇറാൻ നേതൃത്വം തുടരുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം പ്രതിസന്ധികൾക്കിടയിൽ ഗസയിലേക്ക് ഇനി എത്ര കണ്ട് അമേരിക്കയുടെ ശ്രദ്ധ ഉണ്ടാകും എന്നതിനെ കൂടി ആശ്രയിച്ചു നിൽക്കുകയാണ് ഈ രണ്ടാം ഘട്ട വെടിനിർത്തൽ തുടർ നീക്കങ്ങൾ എന്നത്.